ജസ്റ്റ് ഒന്ന് പറയാട്ടോ ലാസ്റ്റ് ഹോംവർക്ക്. പിന്നെ ആൻസർ എത്ര കിട്ടി? ലാസ്റ്റത്തെ ക്വസ്റ്റ്യനില് പിന്റെ വാല്യൂ ക്യൂവിന്റെ വാല്യൂ ഒന്ന് പറയൂ. പിന്റെ വാല്യൂ എത്ര കിട്ടിയേ? നിങ്ങൾ ചെയ്തതല്ലേ? ക്വസ്റ്റ്യൻ ഏതാണ്? ലാസ്റ്റ് നമ്മളൊന്നും ഹോംവർക്ക് ഒന്നുമില്ലായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ദി ഫോളോയിങ് ഡാറ്റാസ് നമ്പർ ഓഫ് സീഡ്സ് ജെർമിനേറ്റിംഗ് ഔട്ട് ഓഫ് 5 IB ഡാം ഫിൽട്ടർ ഫോർ 80 സെറ്റ്സ് ഓഫ് സീഡ്സ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സും എഫും വെച്ചിട്ടുള്ള ഇതിന് മുന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്ത് കാണിച്ചതാണ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ആൻസർ ചെയ്താണ്, നിങ്ങളെ റെക്കോർഡിംഗ് ക്ലാസ്സിലുണ്ട്. ഇതിന്റെ ആൻസർ എത്ര കിട്ടിയത്? നിങ്ങൾ ചെയ്തല്ലേ? പിന്റെ വാല്യൂ 4.4 സംതിങ്. ഓക്കെ. സോ ക്യൂന്റെ വാല്യൂ ക്യൂവിന്റെ വാല്യൂ 5.6 അല്ല 0.56. ഓക്കെ. ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആ 625 ആണ് വരിക. ഫസ്റ്റത് 5 സംതിങ്, പിന്നെ 18 അല്ലേ വരിക? 18. രണ്ടാമത്തത് ഫസ്റ്റ് 0 വെച്ചിട്ട് ചെയ്യണം, പിന്നെ 1 2 3 4 5 വരെ അല്ലേ? ഫസ്റ്റത്തിൽ 5, പിന്നെ 18 അല്ലേ വരുന്നത്? 18 27 21 6 7 അങ്ങനല്ലേ വരുന്നത്? അല്ലേ? ഇതിന് ചെയ്യണോ ആ ലാസ്റ്റത്തെ ക്വസ്റ്റ്യന്? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതല്ലേ? ഓക്കെ. ഓക്കെ ലിസൺ, ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചിരുന്നതാണ് ക്ലാസ്സിൽ തന്നെ. ആ ഒരു മോഡൽ തന്നെയാണ് ഇത് ചെയ്യുക. ഇതിലാകെ നമ്മളെ പിയും ക്യൂവും ചെയ്യുന്നത് മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. കാരണം ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പിന്റെയും ക്യൂവിന്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പൊ അത് നമ്മൾ പിയും ക്യൂവും നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പറഞ്ഞതാണ് ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ്, ഇതിൽ എക്സ് ഉണ്ട് എഫ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് എഫ് എക്സ് വെച്ചിട്ടാണ് പിയും ക്യൂവും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എഫ് എക്സ് വെച്ചിട്ട് ഫസ്റ്റ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് മീന് കിട്ടും. ഇതിന്റെ ആ മീനിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്. മീനിന്റെ വാല്യൂ നിങ്ങൾ തന്നെ ചെയ്ത് പറഞ്ഞതാണ്. മീനിന്റെ വാല്യൂ 2.175 കിട്ടും. ഓക്കെ. ദെൻ അതിന് നമ്മൾ പി ഡിറൈവ് ചെയ്തെടുക്കും, ക്യൂവും ഡിറൈവ് ചെയ്തെടുക്കും. ഈ പിയും ക്യൂവും ഡിറൈവ് ചെയ്തെടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് വീഡിയോസിലുണ്ട്. ഞാനത് നമ്മളെ പിയും ക്യൂവും വരെ നമ്മൾ ചെയ്തതാണ്. പിന്നെ അത് ചെയ്യാനല്ലേ ഉള്ളൂ. ഇന്നിപ്പോ അത് ചെയ്യാൻ നിന്നാൽ വെറുതെ സമയം വേസ്റ്റ് ആവശ്യമുണ്ടോ?
പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി അല്ലേ ചെയ്യാന്നുള്ളത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തുടങ്ങിയിടാ, ബാക്കി നിങ്ങൾ ചെയ്യട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയല്ലോ, എക്സും എഫും ആണ് ക്വസ്റ്റ്യനിലുള്ളത്. എക്സ് ഉണ്ട്, ദെൻ കറസ്പോണ്ടിങ് പിന്നുള്ളത് എഫ് ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മളെന്താണ്, നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് എക്സ് ചെയ്യും. എഫ് എക്സ് എന്നുള്ള പുതിയൊരു കോളം നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് അതിന് എഫ് എക്സ് എന്ന് കൊടുക്കും. ഇത് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് അറിയില്ല, സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്നുള്ളത്. ഇവിടെ എക്സിലാണെങ്കിൽ 0 1 2 3 4 5 വരെ ഉണ്ട്. ദെൻ എഫിലാണെങ്കിൽ എഴുതിയെടുക്കുന്നില്ല, സമയം വേസ്റ്റ് ആവും നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യാൻ നിന്നാല്. ഓക്കെ, അപ്പൊ എഫിലാണെങ്കിൽ 6 20 ദെൻ 28 12 8 6 ഇതുവരെയാണല്ലോ എഫിലുള്ളത്. ദെൻ പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഫ് എക്സ് ചെയ്യണം. എഫ് എക്സ് ഇതിന്റെ രണ്ടിലും പ്രൊഡക്റ്റ് എഫ് എക്സിൽ എഴുതുക. ഫസ്റ്റ് 0 തന്നെയാണ് വരിക, പിന്നെ 20 വരും. ഓക്കെ, അപ്പൊ ഇത് ചെയ്യും. ഇതിന്റെ ഓരോന്നിന്റെ സമ്മ് കാണാം, സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സിഗ്മ എഫ് എക്സിന്റെ സമ്മ് വരിക 174 ആണ്, ഡിവൈഡ് ബൈ സിഗ്മ എഫ്, എഫിന്റെ സമ്മ് വരിക 80 ആണ്. ഇപ്പോൾ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് മീൻ എന്നുള്ളത്. മീൻ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2.175 എന്ന് കിട്ടും. ഓക്കെ, ചെയ്തവർ കറക്റ്റ് അല്ല നോക്കുക, അല്ലാത്തവർ ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസർ കിട്ടും, മീന് കിട്ടും. ഓക്കെ, മീനിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. മീൻ ഈക്വൽ ടു 174 ഡിവൈഡ് ബൈ 80 ചെയ്യുമ്പോൾ 2.715 കിട്ടും. പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞാണല്ലോ മീൻ എങ്ങനെ പിയും ക്യൂ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്നുള്ളത്. ഈ മീൻ എന്നുള്ളതാണെന്ത് എൻ പി നമുക്ക് കിട്ടി 2.715 എന്നുള്ളത്. സോ ഇനി ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്തെടുക്കണം, എന്നിനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിനെ കാൽക്കുലേറ്റ് പീനെ ഡിറൈവ് ചെയ്തെടുക്കാം. പീനെ ഡിറൈവ് ചെയ്തെടുക്കാൻ നമുക്കറിയാം പി ഈക്വൽ ടു എൻ പി ഡിവൈഡ് ബൈ എൻ ആണ്. സോ എൻ പി ഡിവൈഡ് ബൈ എൻ ആണ്. സോ എൻ പി എന്ന് പറഞ്ഞാൽ 2.715 ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയണം 5 എന്നുള്ളത്. സോ ചെയ്യുമ്പോൾ നമുക്ക് 0.435 എന്ന് കിട്ടും. സോ ക്യൂ ഈക്വൽ ടു 1 മൈനസ് 0.435 എന്ന് വരും. ഈക്വൽ ടു ബാക്കി റിമൈനിങ് ഏരിയ 0.565 അല്ലേ. ഒന്നിന്ന് 0.435 മൈനസ് ചെയ്താൽ ബാക്കി വരിക 0.565 ആണ് അല്ലേ. സൗണ്ട് ക്ലിയർ അല്ലേ? അപ്പൊ ആ രീതിയിലാണ് നമുക്ക് പിയും ക്യൂവും കിട്ടുക. നമ്മൾ പിയും ക്യൂവും കിട്ടാൻ നമ്മൾ ആദ്യം എൻ പി കാൽക്കുലേറ്റ് ചെയ്തു. എൻ പി എന്ന് പറഞ്ഞാൽ മെയിൻ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് നമ്മൾ പി കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അതിന് ക്യൂവും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ എന്നും പിയും ക്യൂവും കിട്ടും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. ഫിറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത് റെക്കോർഡ് ക്ലാസ് ആണ്. ഡൗട്ട്സ് ഉള്ളവർ റെക്കോർഡിങ്സ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യേണ്ടി നോക്കിട്ടോ. പിയും ക്യൂവും എന്നും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാന്നുള്ള ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എക്സ് എന്നുള്ളൊരു കോളം ഉണ്ടാവും. പിന്നെ കഴിഞ്ഞിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പി ഓഫ് എക്സ് കാണണം. ഞാൻ ഇവിടെ ഡയറക്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ചെയ്യാണ്, സമയത്തിൻ്റെ കുറവ്. എക്സിലാണെങ്കിൽ 0 വരും, 1 2 3 4 5. ദെൻ ഇ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒറ്റ സ്റ്റെപ്പായിട്ടാണ് ഇത്. ഇവിടെ പി ഓഫ് എക്സ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ ഇ ഓഫ് എക്സ് ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമുക്കറിയാലോ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. എൻ സി എക്സിന്റെ ഇക്വേഷൻ എൻ സി എക്സ് ഇവിടെ എൻ എന്നുള്ളത് നമ്മൾക്കറിയാം. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് 5 ആണ് എൻ എന്നുള്ളത്. സോ നമ്മൾ എന്നിന് പകരം എൻ സി എക്സ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതണം. എൻ സി എക്സ് ദെൻ പി റേസ് ടു എക്സ്
p raised to x q raised to n minus x. q raised to n minus x. Then നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു 5cx. then p ന്റെ വാല്യൂ നമുക്കറിയാം 0.435. then raised to x. then q ന്റെ വാല്യൂ 0.565 raised to 5 minus x എന്നുള്ളത്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ആ വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ ഓരോന്നിനും നമ്മൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് നമ്മൾക്ക് ഇവിടെ ഇ ഓഫ് എക്സ് ആയതുകൊണ്ട് തന്നെ പി ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എൻ ആണല്ലോ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് 80 ഇൻറ്റു ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പി ഓഫ് എക്സ് ചെയ്തിട്ട് വേണം പിന്നെ ഇ ഓഫ് എക്സ് ചെയ്യാൻ. ഞാനിവിടെ ഡയറക്റ്റ് ഇ ഓഫ് എക്സ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ 80 കൊടുക്കുക. സോ 80 ഇൻറ്റു പിന്നെ 5cx. 5cxന് 5cxന് ഇവിടെ 5cx നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. സോ 5c 0. then p raised to x. p ന്റെ വാല്യൂ 0.435. x ന്റെ വാല്യൂ 0 ആണ്. then into q raised to 5. q raised to 5 minus 0. q raised to 5 minus 0. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 5 minus 0 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 8c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 1 ഇൻറ്റു പിന്നെ ബാക്കി വാല്യൂ ഉണ്ടാകുക 0.565 റേസ് ടു 5 ആണ്. ആ ഒരു വാല്യൂ മാത്രം ഉണ്ടാകുക ഇൻറ്റു 80. ഓക്കെ, അപ്പോൾ 0.565 റേസ് ടു 5 എന്ന് പറയുമ്പോൾ 0.0575 എന്ന് കിട്ടും. then into 80 ചെയ്താൽ മതി. 0.0575 into 80 ഏകദേശം ഒരു 4.67 സംതിങ് ആണ് കിട്ടുക. നമുക്ക് 5 ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, 4.6 ആണ് കാണുന്നത്. ഫുൾ വാല്യൂസ് എടുക്കുക. 4.7 ഒക്കെ ഉണ്ടാവും. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിലേക്ക് എടുക്കുകയാണ്, 5 തന്നെ എടുക്കുക. ഓക്കെ, ദെൻ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഇനി ഓരോന്ന് ചെയ്യാണ്ട്. അതിപ്പം ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ചെയ്തത്. ഇനി ഇവിടെ 0 ഉള്ളിടത്തൊക്കെ എന്താവും? 1 ആവും. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് വീഡിയോസും കൂടെ ഒന്ന് കാണുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ഇവിടെ എക്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 1 അപ്ലൈ ചെയ്യും. ഇവിടെ 5c 1 ആവും. ദെൻ ഇവിടെ 0ന് പകരം 1 ആവും. ഇവിടെ 5 raised to 0.565 raised to 5 minus 0ന് പകരം 1 ആവും. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ കിട്ടും. ആൻസർ വരിക 18 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള ആൻസർ ഞാൻ പറയാം. ദെൻ അടുത്ത സ്റ്റെപ്പിൽ വരിക, ഇവിടെ 2 ആവും. എക്സിന്റെ വാല്യൂ മാത്രമാണ് മാറുക, ബാക്കിയൊക്കെ പിയും ക്യൂവും എന്നൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ 2 ആവും. ഇവിടെ 2 ആവും. ദെൻ ഫൈനൽ ആൻസർ വരിക 27 ആണ്. ദെൻ നെക്സ്റ്റ് വരിക 5c3 ആവും എക്സിന്റെ വാല്യൂ. സോ എക്സിൽ മാത്രമാണ് ചേഞ്ചസ് ഉണ്ടാവുക. എക്സിന്റെ വാല്യൂ 3. 5 മൈനസ് 0ന് പകരം 3 ആവും. ഫൈനൽ ആൻസർ വരിക 21 ആണ്. ദെൻ നെക്സ്റ്റ് എക്സിന്റെ വാല്യൂ 4 അപ്ലൈ ചെയ്യാം. എക്സിന്റെ വാല്യൂ 4. എക്സിന്റെ വാല്യൂ 4. എക്സിന്റെ വാല്യൂ 4. ഫൈനൽ ആൻസർ വരിക 26 ആണ്. ദെൻ എക്സിന്റെ വാല്യൂ നെക്സ്റ്റിൽ 5 അപ്ലൈ ചെയ്യാം. എക്സിന്റെ വാല്യൂ 5 അപ്ലൈ ചെയ്യുക. എക്സ് 5 വരെ ഉള്ളൂ, അപ്പോൾ 5 വരെ കൊടുത്താൽ മതി. n വരെയാണ് എക്സ് പോവുക. ഇപ്പം n ഇവിടെ 5 ആണ്. സോ 5 വരെ ഉണ്ടാവുള്ളൂ. ആൻസർ വരിക 7 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ വരിക, ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ഇത് ചെക്ക് ചെയ്യാം.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇനി ചെയ്യാത്തവർ അടുത്ത ക്ലാസ്സിൽ റെക്കോർഡർ വീഡിയോസ് ഉണ്ടാവും, അത് നോക്കി സ്വന്തമായിട്ട് ചെയ്ത് വരും കേട്ടോ. ഇനി ഇതിൽ വല്ല ഡൗട്ട്സും ഉണ്ടോ? ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. Anyone have any doubts? നിങ്ങൾ ചെയ്ത് നോക്കി വന്നാലേ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പം ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കിടക്കുകയാണ്. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ചെയ്യാത്തവരിത് ചെയ്തെടുക്കട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒക്കെ റെക്കോർഡ് വീഡിയോസ് നമ്മൾ അപ്ലിക്കേഷനിലുണ്ട്, അപ്പം അത് നോക്കിയിട്ട് ഇത് സ്വന്തമായിട്ട് ചെയ്യുക. നിങ്ങൾ പല ആൾക്കാരും ഹോംവർക്ക് ഒന്നും ചെയ്യാതെ നോക്കാതെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഇത് പ്രോബ്ലം പേപ്പേഴ്സ് ആണ്, ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് നടത്തിയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലും ചോദിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ സെക്കൻഡ് ചാപ്റ്റർ ആണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ 3 ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഗ്രാഫ് വരച്ച പറയല്ലോ, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തത്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, ഒന്ന് ഡിസ്ക്രീറ്റ് എന്നും കണ്ടിന്യൂസ് എന്നും. അതിൽ ഡിസ്ക്രീറ്റിൽ വരുന്നതാണ് ബൈനോമിയൽ ആൻഡ് പോയിസൺ എന്നുള്ളത്. ദെൻ കണ്ടിന്യൂസിലാണ് നോർമൽ വരുന്നത്. ഇപ്പൊ ഡിസ്ക്രീറ്റിൽ വരുന്ന ബൈനോമിയൽ നമ്മൾ പറഞ്ഞു. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വാല്യൂസ് ആണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് ഡിസ്ക്രീറ്റ് എന്നുള്ള ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ദെൻ അതിൽ ബൈനോമിയൽ ആണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഇനി പോയിസണും ഡിസ്ക്രീറ്റിൽ വരുന്നതാണ്. ദെൻ കണ്ടിന്യൂസിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നോക്കുക എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. നോട്ട്സ് ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, എഴുതിയെടുത്ത് വരാൻ നോക്കുക. ഓരോ ക്ലാസ്സിലും നോട്ട് മാക്സിമം എഴുതി അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഷോർട്ട് നോട്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ. അപ്പം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ? ഇതിന്റെ മീനിങ്, ഡെഫിനിഷൻസ്, ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക. Poisson distribution is a limiting form of binomial distribution. In binomial distribution, the number of trials are known previously, but in certain real-life situations, it may be impossible to count the number of times a particular event occurs or does not occur. In such case, Poisson distribution is more suitable. Poisson distribution is a discrete probability distribution. It was originated by Simon Dennis Poisson. The Poisson distribution is defined as P of x equal to e raised to minus m raised to x divided by x factorial, where x is random variable, e equal to 2.7183, m equal to mean of Poisson distribution. Okay, ഇപ്പൊ എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഒരു ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ലിമിറ്റിംഗ് ഫോം ആണെന്ന് പറയുന്നുണ്ട്. കാരണം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയിസൺ ആണെങ്കിലും ബൈനോമിയൽ ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ കാർഡ് പിക്ക് ചെയ്യുന്നു, അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, അല്ലെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് അതിന്റെ ട്രയൽസിന്റെ എണ്ണം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ബൈനോമിയലാണെങ്കിൽ, ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ. ബട്ട് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ നമുക്ക് ആ നമ്പർ ഓഫ് ട്രയൽസ് മുൻകൂട്ടി അറിയാൻ പറ്റണമെന്നില്ല. ആ കേസിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ബൈനോമിയലിലാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ട്രയൽസ് മുൻകൂട്ടി അറിയാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ എല്ലായ്പ്പോഴും ആ സിറ്റുവേഷൻ നമുക്ക് നമ്പർ ഓഫ് ട്രയൽസ് എത്ര എന്ന് അറിയാൻ പറ്റില്ല. ആ സിറ്റുവേഷനിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ബൈനോമിയലിൽ നമ്മൾ ചെയ്തൊക്കെ എന്താണ്, ആ 80 പ്രാവശ്യം അല്ലെങ്കിൽ 100 ടൈംസ് അല്ലെങ്കിൽ 200 ടൈംസ് കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 50 ടൈംസ് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ നമ്പർ ഓഫ് ട്രയൽസ് എത്രയാണെന്നുള്ളത്. 150 ആണോ, 200 ആണോ, 250 ആണോ എന്നുള്ളത്. പക്ഷെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ഒരിക്കലും എന്താണ് നമ്മൾ നമ്പർ ഓഫ് ട്രയൽസ് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ആക്സിഡൻസ്,
ടേക്ക് ബസ് ഇൻ എ ബിസി റോഡ്സ്. ഓക്കെ, ഒരു ബിസി റോഡിൽ നടക്കുന്ന നമ്പർ ഓഫ് ആക്സിഡൻസ്. അപ്പൊ അവിടെ അതിന്റെ നമ്പർ ഓഫ് ട്രയൽസ് എത്രയെന്ന് നമ്മൾക്ക് അറിയില്ല. കാരണം ഒരു ദിവസം തന്നെ ആ ബിസി റോഡിൽ ഒരുപാട് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ സമയത്ത് തന്നെ ഒരുപാട് നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോ ട്രയൽസ് ആണ്. കാരണം അവിടെയൊക്കെ എന്താണ് ഓരോ ആക്സിഡന്റ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എത്രയും നമ്പർ ഓഫ് ട്രയൽസിന്റെ എണ്ണം എത്രയാണെന്ന്, നമ്പർ ഓഫ് ട്രയൽസ് എത്രയാണ് നടക്കുന്നതെന്ന്. പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആവറേജ് കണ്ടിട്ട് അതിന്റെ പ്രോബിലിറ്റി കാണാൻ പറ്റും. അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. ബൈനോമിയലിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളത് വെരി ലോ ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. അത് തന്നെയാണ് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ ബൈനോമിയൽ എന്നുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നമ്പർ ഓഫ് ട്രയൽസ് പ്രീവിയസ് ആയിട്ട് അറിയാൻ പറ്റില്ല. ദെൻ അതുപോലെ തന്നെ നമ്പർ ഓഫ് സക്സസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഫോർ സക്സസ് എന്നുള്ളത് വെരി ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദി നമ്പർ ഓഫ് ട്രയൽസ് ആർ നോട്ട് പ്രീവിയസ്ലി. ബൈനോമിയലി നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും നമ്പർ ഓഫ് ട്രയൽസ് എത്രയാണ് എന്നുള്ളത്. ബട്ട് ഇൻ സർട്ടൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഇറ്റ് മേ ബി ഇമ്പോസിബിൾ ടു കൗണ്ട് നമ്പർ ഓഫ് ടൈംസ് ഇൻ എ പർട്ടിക്കുലർ ഇവന്റ് ഒക്കർ ഓർ ഡസ് നോട്ട് ഒക്കർ. പക്ഷെ നമുക്ക് അധികം പല റിയൽ ലൈഫ് സിറ്റുവേഷൻ നമുക്ക് അത് അറിയാൻ പറ്റില്ല നമ്പർ ഓഫ് കൗണ്ട്സ് ട്രയൽസ് എത്രയാണെന്ന്. അപ്പൊ ആ സിറ്റുവേഷനിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് സൈമൺ ഡെനിസ് പോയിസൺ എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ പേരിൽ തന്നെയാണ് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പേരും ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പൊ സൈമൺ ഡെനിസ് പോയിസൺ എന്നുള്ള മാത്തമാറ്റീഷ്യൻ ആണ് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഡെവലപ്പ് ചെയ്തത്. ഇതിന്റെ ഇക്വേഷൻ ആണ് പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, ഇ റൈസ് ടു മൈനസ് എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. വേറെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തതാണ്. ചില ടെസ്റ്റിൽ എക്സിന് പകരം ആറും കാണാറുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സക്സസ് ഇൻ എൻട്രയൽസ്. നമ്പർ ഓഫ് സക്സസിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇ എന്നുള്ളത് നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇ എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതിന്റെ വാല്യൂ വരുന്നത് 2.7183. നമ്മൾ പൈ എന്നൊക്കെ പറയുന്നത് അതിൽ പൈനും ഒരു വാല്യൂ ഉണ്ട്, അത് കാൽക്കുലേറ്ററിൽ ഉണ്ടാവും ചെയ്യും. അതുപോലെ ഇതിന്റെ വാല്യൂ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ ഇതിന്റെ വാല്യൂ ഉണ്ടാവാറുള്ളത് ഓരോ സയന്റിഫിക് കാൽക്കുലേറ്റർ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടാണ് ഈ കാണാറുള്ളത് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ. നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ബട്ടൺ ശ്രദ്ധിച്ചപ്പോൾ കാണുന്നില്ല. സയന്റിഫിക് ഓക്കെ, ഓരോ സയന്റിഫിക്കിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എൻ്റെ അടുത്തുള്ള സയന്റിഫിക് കാസിയോന്റെ തന്നെ ഒരു വൈറ്റ് ഫ്രണ്ട് വരുന്ന ഒരു സയന്റിഫിക് ആണ്. അതിൽ ആ ഓണിന്റെ ലോഗിന്റെ നേരെ താഴത്താണ് ഈ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ചിലപ്പോൾ ആ സിംഗിൾ പ്രസ്സിൽ കിട്ടാണെന്നില്ല, ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും, ഈ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇതിന്റെ വാല്യൂ വരുന്നത് 2.7183 ആണ്. നെക്സ്റ്റ് വരുന്നതാണ് എം. എം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനിനെയാണ് നമ്മൾ എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ബട്ട് ചെയ്യാൻ ചിലപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. ഇ റൈസ് ടു മൈനസ് എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ, നമ്പർ ഓഫ് സക്സസ് ഇൻ എൻട്രയൽസ്. ഓക്കെ, നമ്പർ ഓഫ് സക്സസ് ആണ്. ദെൻ ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ് 2.7183. നമ്മൾ പറഞ്ഞ സയന്റിഫിക്കലി സെപ്പറേറ്റ് കീ ഉണ്ട് ഇക്ക് തന്നെ. ദെൻ എം എന്ന് പറഞ്ഞാൽ മീൻ ആണ്, മീൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NPM കൂടാണ് മെയിൻ എന്നുള്ളത്. ഓക്കെ, ബ്രാക്കറ്റിൽ NP എന്ന് എഴുതിയാൽ കേട്ടോ, നോട്ട് എഴുതിയവര് ബ്രാക്കറ്റിൽ NP എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് ഇക്വേഷനിൽ വരുന്നത്. ഇക്വേഷനിൽ ശ്രദ്ധിക്കുക, ഇക്വേഷനിൽ ഒരൊറ്റ ടേം മാത്രമേ നമ്മൾക്കുള്ളൂ പുതിയതായിട്ട് കാൽക്കുലേറ്റ് എം എന്നുള്ളത്. ഓക്കെ, അപ്പൊ എക്സും ക്വസ്റ്റനിൽ തരും, ഈ പിന്നെ മാറാനൊന്നുമില്ല. എക്സ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ എക്സ് ക്വസ്റ്റനിൽ ഏത് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ ഇതിന്റെ വാല്യൂ നമുക്കറിയാം, ഈ കോൺസ്റ്റന്റ് ആണ്, ഇതിൽ ചേഞ്ചസ് ഒന്നുമില്ല. ഈ 2.7183 തന്നെയാണ് ഈ എന്നുള്ളത്. പിന്നെ എം ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് എം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. എം മീൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മീൻ എന്ന് പറഞ്ഞിട്ട് ആവറേജ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ മീനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ NP ആണ്, N×P ആണ്. ഓക്കെ, നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബിലിറ്റി സക്സസ്, N×P ചെയ്ത് കഴിഞ്ഞാൽ എമ്മിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്നുള്ളത്. ദെൻ ഓക്കെ, പ്രോപ്പർട്ടീസ് നോക്കുക. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ആണ്
പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അറിയുന്ന കാര്യമാണ്, നമ്മൾ പറഞ്ഞാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ബ്രോഡ്ലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, ഡിസ്ക്രീറ്റ് എന്നും കണ്ടിന്യൂസ് എന്നും. അതിൽ ഡിസ്ക്രീറ്റിലാണ് ബൈനോമിയലും പോയിസൺ വരുന്നത്. സോ പോയിസൺ എന്നുള്ള ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം നമ്മളോട് ക്ലിയർ ആയിട്ട് എത്ര ആൾക്കാർ ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് എത്രയാണ്, നമ്പർ ഓഫ് 5 ഓർ നമ്പർ ഓഫ് 6 ഓർ എക്സ് 10 ആവാനുള്ള ചാൻസ്, അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിറ്റ് വാല്യൂസ് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. മറ്റേത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ആണ്, ബിലോ 60 അല്ലെങ്കിൽ അബോവ് 100 അല്ലെങ്കിൽ ബിറ്റ്വീൻ 100 to 150 എന്നാണ് കണ്ടിന്യൂസിൽ പറയാം. പക്ഷെ അവിടെ പോയിസൺ എന്നുള്ള സ്പെസിഫിക് ആയിട്ട് പറയും. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. The second one, Poisson distribution has a single parameter m when the m is all terms can be found. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, ഇവിടെ ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു സിംഗിൾ പാരാമീറ്റർ മാത്രമാണല്ലോ എം എന്നുള്ളത്. എം നമ്മൾക്ക് അറിയാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ടേംസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. കാരണം എം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ നോക്കുക, e⁻m(m)(x) ഫാക്ടോറിയലാണ്. അതിൽ ഈ കോൺസ്റ്റന്റ് ആണ്, പിന്നെ എക്സ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ എം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എം അറിഞ്ഞു കഴിഞ്ഞാൽ ആ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ടേംസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എം എന്ന് പറഞ്ഞാൽ മീൻ ആണ്, ബ്രാക്കറ്റിൽ എൻ പി എന്ന് എഴുതി കേട്ടോ. ദെൻ ഇറ്റ് ഇസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. നമ്മൾ ഒരു ഇത് BNS-ൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പോസിറ്റീവ് സ്ക്യൂഡ് ഉണ്ട്, നെഗറ്റീവ് സ്ക്യൂഡ് ഉണ്ട്, അസിമെട്രി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ദെൻ അപ്പോൾ പോസിറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. Then next one ആണ്, if x follows a Poisson distribution then x takes values 0, 1, 2 to infinity എന്നുള്ളത്. അപ് ടു n വരെയാണെന്ത് ഈ എക്സ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഫിനിറ്റി എന്ന് പറയും നമ്പർ ഓഫ് എന്നിന്റെ ക്വസ്റ്റ്യനിൽ തരാത്തിരിക്കുമ്പോൾ. ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള n തന്നിട്ടുള്ളതിൽ നമ്മളോട് ഫിറ്റ് ചെയ്യാൻ പറയുള്ളൂ, അല്ലാത്തതിൽ നമുക്ക് പറയില്ല. ഓക്കെ. എക്സിന്റെ വാല്യൂ ഇതുവരെ ഏതെങ്കിലും ഒരു വാല്യൂ വരെ നമ്മളോട് ഫിറ്റ് ചെയ്യാൻ പറയുള്ളൂ. അപ്പൊ എക്സ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 0, 1, 2 അപ് ടു എക്സെട്ര എന്നുള്ള രീതിയിലാണ് പോവുക. ഓക്കെ. നെക്സ്റ്റ് ആണ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു എം. നമ്മൾ നേരത്തെ പറഞ്ഞു മീൻ എന്നുള്ളത് എന്താണ്, എം ആണ്. ഓക്കെ. സോ മീനും വേരിയൻസും എം തന്നെയാണ്. ഓക്കെ. മീൻ തന്നെയാണ് എം, അതുപോലെ വേരിയൻസും എം ആണ്. ഓക്കെ. സോ മീൻ ഈക്വൽ ടു വേരിയൻസ് ഈക്വൽ ടു എം, NP equal to MI. ഓക്കെ. ഓക്കെ. എം ആണ് ഡിനോട്ട് ചെയ്യണത്. ഓക്കെ. മീൻ ആൻഡ് വേരിയൻസ് ഈക്വൽ ടു എം ആണ്. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ദി നമ്പർ ഓഫ് സക്സസ് റിലേറ്റീവ്ലി സ്മാൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസാണ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലെ നമ്പർ ഓഫ് സക്സസ് എന്നുള്ള റിലേറ്റീവ്ലി സ്മാൾ ആയിരിക്കും. ഓക്കെ. ഇപ്പൊ ഒരു ദിവസം ഇപ്പം നമ്മൾ നേരത്തെ ആക്സിഡന്റ് റേറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഒരു ബിസി റോഡിൽ ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് എത്രയാണെന്നുള്ളത്, അവിടെ നമ്പർ ഓഫ് ട്രയൽസ് നമുക്ക് അറിയില്ല. അപ്പൊ അതുപോലെ തന്നെ ഒരു ഫാക്ടറിയിൽ ഗുഡ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ, അതിൽ ഡിഫക്റ്റീവ് പ്രോഡക്ട്സിന്റെ എണ്ണം നമ്മളോട് കൗണ്ട് ചെയ്യാൻ പറയും. അപ്പൊ ഗുഡ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇപ്പൊ ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് എന്നുള്ളത് എന്താ, റിലേറ്റീവ്ലി സ്മാൾ ആണ്. ഇപ്പൊ നമ്പർ ഓഫ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാലും റിലേറ്റീവ്ലി സ്മാൾ ആണ്. 1000 വെഹിക്കിൾ പാസ് ചെയ്യുമ്പോൾ 1 എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു ദിവസം 4 റൂട്ടിൽ നടക്കാന്നുള്ള കേസ് ഇല്ലല്ലോ. അപ്പം റിലേറ്റീവ്ലി സ്മാൾ ആയിരിക്കും ഈ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളത്. ഓക്കെ. ഇപ്പം ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഉണ്ടാകുകയാണെങ്കിലൊക്കെ, അപ്പൊ അതൊക്കെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സാധാരണ ഡീൽ ചെയ്യാറുള്ളത്. The standard deviation of Poisson distribution is root m. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് റൂട്ട് എം ആണ്. ഓക്കെ. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ സിംഗിൾ പാരാമീറ്റർ എം ആണ്. എം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ടേംസും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദെൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ദെൻ എക്സ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് വരിക 0, 1, 2, 3 ഇൻഫിനിറ്റി വരെയാണ്. ദെൻ മീന് വേരിയൻസ് ഈക്വൽ ടു എം ആണ്. ദെൻ നമ്പർ ഓഫ് സക്സസ് എന്നുള്ളത് റിലേറ്റീവ്ലി സ്മാൾ ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എം ആണ്. ഓക്കെ. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ കുറച്ച് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ഉണ്ട് വേർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. ജസ്റ്റ് ഒന്ന് പറയാം പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന്. To count the number of telephone calls arising at a telephone switchboard in a unit of time. ഒരു യൂണിറ്റ് ഓഫ് ടൈമിലെസ് ടെലിഫോൺ സ്വിച്ച് ബോർഡിൽ റൈസ് ചെയ്യുന്ന നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ്
The second, to count the number of customers arising at to supermarket in a unit of time. ഒരു യൂണിറ്റ് ഓഫ് ടൈമിലുള്ള സൂപ്പർ മാർക്കറ്റിലുള്ള നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആണ്. To count the number of defects in statistical quality control. Okay, statistical quality control ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സിന്റെ എണ്ണം. To count the number of bacteria per unit. Then to count the number of defectives in a pack of manufactured goods. Okay, the pack of manufactured goods ഉള്ള number of defective productsന്റെ എണ്ണം. To count the number of persons dying due to heart attack in a year. Okay, the last one are to count the number of accidents taking place in a day on a busy roads. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ള കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. അതുപോലെ നമ്പർ ഓഫ് ട്രയൽസ് എന്നുള്ള പ്രീവിയസ് ആയിട്ട് അറിയാവുന്നത് ഡിഫിക്കൽട്ട് ആവും. ഓക്കെ, നമ്പർ ഓഫ് ട്രയൽസ് ഒരു ഫിക്സഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതിന്റെ കുറച്ച് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇപ്പം ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിച്ച് ക്ലിയർ ചെയ്യട്ടോ. ഈ ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ബൈനോമിയൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു മെത്തേഡിൽ തന്നെയാണ്. ഇക്വേഷനിലുള്ള ഒരു മാറ്റം ഉണ്ട്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? എന്നാൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യല്ലേ? ഓക്കെ, ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എം എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഓക്കെ, സയന്റിഫിക് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആവും ചെയ്യാൻ. ഇതിന്റെ വാല്യൂ നമുക്ക് സയന്റിഫിക്കിൽ ആ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾസ് ആണ്, ഓർ നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽസ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, എം എന്ന് പറഞ്ഞാൽ മീൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറയാ. ഫസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് ആകെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എം ആണ്, പിന്നെ എക്സും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. അപ്പൊ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഫ്രൂട്ട് സെല്ലർ ഫ്രം ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ് സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല സർ. കാണുന്നുണ്ട്. ഈ കാണാത്തവര് അതൊന്ന് പിൻ ചെയ്യട്ടോ. സ്ക്രീന് ബാക്കി എല്ലാവർക്കും അവൈലബിൾ അല്ലേ? അത് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ക്രീൻ ഇടയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതൊന്ന് പിൻ ചെയ്യാം. സ്ക്രീന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ആ ലിസ്റ്റിൽ ഉണ്ടാവും പ്രസന്റിംഗ് എന്ന് പറഞ്ഞിട്ട്. സ്ക്രീൻ വിസിബിൾ അല്ലേ സാർ? അത് ചെയ്തിട്ട് കിട്ടുന്നില്ല. ഇല്ല സാറേ, കിട്ടുന്നില്ല. ഇല്ല, അവിടെ ഇല്ല കാണുന്നില്ല. സാർ, കാണുന്നില്ല. എപ്പോ മിസ്സായതാ സ്ക്രീന്? കുറച്ച് മുന്നേ ഒരു അതിന്റെ ഇടയിൽ വേറെ ആരോ ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നു, അവിടുന്ന് മിസ്സായി പോയതാവും. ഓക്കെ, ഞാനൊന്നുകൂടെ സ്ക്രീൻ ഷെയറിങ് ഓഫ് ആക്കി ചെയ്യാം. ഓക്കെ അല്ലേ? ആ സർ. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ബാക്കി അതിന്റെ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു, മീനിങ് ആൻഡ് ഡെഫിനിഷൻ പറഞ്ഞു, പ്രോപ്പർട്ടീസ് പറഞ്ഞു, ദെൻ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാണ്, ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ നോട്ട് ചെയ്യാം. പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എം എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽസ്, ദെൻ ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ് 2.7183, എം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കാം. എ ഫ്രൂട്ട് സെല്ലർ ഫ്രം ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ് നോൺ that 3% of apples in each basket will be defectives.
What is the probability that exactly 4 apples will be defective in a given basket? Okay, question clear അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്രൂട്ട് സെല്ലർ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് 3% ആപ്പിൾസ് ഇൻ എ ബാസ്കറ്റ് വിൽ ബി ഡിഫക്റ്റീവ്. 3% ആപ്പിൾസ് എന്നാണ് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 4 ആപ്പിൾസ് വിൽ ബി ഡിഫക്റ്റീവ് ഇൻ എ ഗിവൺ ബാസ്കറ്റ്? അങ്ങനെയാണെങ്കിൽ 4 ആപ്പിൾസ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ചെയ്തൂടെ? എങ്ങനെ ചെയ്യാം? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മനസ്സിലാക്കണം ഇവിടെ എക്സ് എന്താണ് വരിക, എം എന്താണ് വരിക എന്നുള്ളത്. ആ എക്സും എമ്മും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല, കാരണം കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഇവിടെ എക്സും എമ്മും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ എം എന്താ വരിക? ക്വസ്റ്റ്യനിൽ എം എന്താ വരിക? ഓക്കെ, എം 3 ആണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 3 എന്നുള്ളത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ എം എന്നുള്ളത് എന്താണ്? 3 ആണ്. കാരണം എം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആവറേജ് ആണ്, അല്ലെങ്കിൽ മീൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എം എന്ന് പറഞ്ഞാൽ മീൻ ആണ്, മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നോട്ട്സ് ദാറ്റ് 3% ഓഫ് ആപ്പിൾസ് ഇൻ ഈച്ച് ബാസ്കറ്റ് വിൽ ബി ഡിഫക്റ്റീവ്. ഓക്കെ, അപ്പൊ അയാൾക്ക് അറിയാം, അയാൾ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായാലും 3% പ്രൊഡക്ട്സ് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതൊരു ആവറേജ് ആണ്, ഒരു ബാസ്കറ്റിൽ ഉണ്ടായതല്ല, ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ പറയാണ്. അപ്പൊ അതൊരു ആവറേജ് ആണ്, എന്തായാലും 3% ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഉണ്ടാവുക എന്നുള്ളത്. സോ എം ഈക്വൽ ടു 3 ആണ്. ദെൻ എക്സോ, എക്സ് എന്താ വരിക? എക്സിന്റെ വാല്യൂ എക്സ് 4 അല്ലേ? കാരണം എക്സ് അല്ലേ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 4 ആപ്പിൾസ് വിൽ ബി ഡിഫക്റ്റീവ് ഇൻ എ ഗിവൺ ബാസ്കറ്റ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, 4 ആപ്പിൾസ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എക്സ് എന്നുള്ള എക്സിന്റെ വാല്യൂ 4 ആണ്. ഓക്കെ, ക്ലിയർ ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ എം എന്നുള്ളത് 3 ആണ്, കാരണം പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് 3% ആപ്പിൾസ് എന്നുള്ളത്. ഓക്കെ, സോ എം എന്നുള്ളത് 3 ആണ്. ദെൻ എക്സ് കാണാൻ പറഞ്ഞ എന്താണ്? എക്സ് എക്സാക്ട്ലി 4 ആണ്. 4 ആപ്പിൾസ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചത്. സോ എക്സിന്റെ വാല്യൂ M4 ആണ്. ഓക്കെ, ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നമ്മൾ ഇക്വേഷൻ നമുക്കറിയാലോ, ഇക്വേഷന് P of x equal to e raised to minus m അല്ലേ? സോ e raised to ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതാണ്, e raised to minus m, m raised to x. പിന്നെ നമുക്കറിയാം എക്സ് ഫാക്ടോറിയലാണ്, ഡിവിഷൻ ഇങ്ങനെ ബുദ്ധിമുട്ടാവും. സോ എക്സ് ഫാക്ടോറിയൽ ഇതാണല്ലോ നമ്മൾ ഇക്വേഷന്. സോ ഇക്വേഷൻ നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്യുന്നു. ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2.7183 e raised to minus m എന്നുള്ളത് നമുക്കറിയാം 3 ആണ്. സോ -3. ദെൻ m raised to x, m എന്ന് പറഞ്ഞാൽ 3 ആണ്, x എന്ന് പറഞ്ഞാൽ 4 ആണ്. x എന്ന് പറഞ്ഞാൽ 4 ആണ്, ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ മാറ്റി, ഇതാണ് 4 ഫാക്ടോറിയലിനെ 4 × 3 × 2 × 1, അതാണല്ലോ എക്സ് ഫാക്ടോറിയൽ അല്ലെ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് ആൻസർ വരിക. 2.7183 raised to -3 into 3 raised to 4 divided by 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? ചെയ്ത് നോക്കിയില്ലേ? 2.7183. ഈ ഡയറക്റ്റ് ബട്ടൺ ഉണ്ടാവും കാൽക്കുലേറ്ററിൽ. e raised to -3 ഫസ്റ്റത്തിന് 0.0497 എന്ന് കിട്ടും.
then 3 raised to 4 എന്ന് പറഞ്ഞാൽ 81 ആണ്. So 81 into 0.0497 for 4.0257 divided by 3 into 4 into 12 24. Okay, so 4.0257 divided by 24. ഓക്കെ, ഇപ്പൊ ആൻസർ കിട്ടിയ 0.1677 കിട്ടുന്നുണ്ടോ? 0.16 സംതിങ് 0.167 സംതിങ് വരും. ഓക്കെ, 0.16 ചെറിയ ചെറിയ ഡീവിയേഷൻസ് ഉണ്ടാവും. നമ്മൾ ഫുൾ വാല്യൂസ് എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഡീവിയേഷൻസ് കേട്ടോ. ചിലപ്പം ചിലർക്ക് 0.168 കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കിവിടെ കിട്ടിയത് 0.1677375 എന്നുള്ളൊരു വാല്യൂ ആണ്. ഓക്കെ, 0.167. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് ആൻസർ കിട്ടുക എന്നുള്ളത്. ഇത് ക്ലിയർ അല്ല എങ്ങനെ ചെയ്തത് എന്നുള്ളത്? ഇനി പറയണോ? ഇവിടെ ക്വസ്റ്റ്യനില് നമ്മൾ ഐഡന്റിഫൈ ചെയ്താണ് m=3 ആണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ ഐഡന്റിഫൈ ചെയ്തു. ക്വസ്റ്റ്യനിൽ പറഞ്ഞ x=4 ആണെന്നും നമ്മൾ ക്വസ്റ്റ്യനിൽ ഐഡന്റിഫൈ ചെയ്തതാണ്. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾക്ക് p(x)ന്റെ വാല്യൂ p(x) എന്നുള്ളത് നമ്മൾ 4 ആയിട്ട് എടുത്തു. p(4) ഉള്ള ചാൻസ് എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ 0.167 നോട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ എങ്ങനെ ചെയ്തെന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 3% of electric bulbs manufactured by a company are defectives, find the probability that in a sample of 100 bulbs, exactly 5 bulbs are defective. Okay, 3% bulbs manufactured by a company are defective. Find the probability that in a sample of 100 bulbs, exactly 5 bulbs are defective. ഇപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എം ഐഡന്റിഫൈ ചെയ്യണം, ദെൻ എക്സ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ എം എന്താ വരിക? ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ 3% എന്നുള്ള വേണ്ട, അത് പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പെർസെൻറ്റേജ് ഇത് ക്വസ്റ്റ്യനിൽ ഒന്ന് എടുക്കണം. 3% വേണ്ട, 3 എന്ന് മതി. പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമ്മളെ പെർസെൻറ്റേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ 3 ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ നോക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ എമ്മും എക്സും ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് എം എന്താ വരിക? എം എന്താ വരിക? M3% of electric bulbs manufactured by a company are defective. Find the probability that in a sample of 100 bulbs. എക്സോ എല്ലാവരും ഒന്ന് പറയട്ടോ, നിങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ട് നിങ്ങൾ MX ഒന്ന് കമന്റ് ചെയ്യാം. എങ്കിലേ നമുക്ക് ഇത് ബാക്കി എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. X5 M3 ആണെന്ന് പറഞ്ഞവരുണ്ട്. ബാക്കിയുള്ളവരൊന്ന് കമന്റ് ചെയ്യാം എം എന്താണ് എക്സ് എന്താണെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്? കുറവാണല്ലോ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായതാണോ? ഇതന്നെയാണോ ആൻസർ? X5ഉം M3 ആണെന്ന് പറഞ്ഞവരുണ്ട്.
നിങ്ങൾ ഇങ്ങനെ റെസ്പോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെങ്ങനെങ്കിലും എടുത്ത് തീർക്കിട്ടോ. നമുക്ക് കുട്ടി ഏത് രീതിയിൽ എടുത്ത് തീർക്കാം, പക്ഷെ ഇത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ശനിയാഴ്ച മാത്രം ക്ലാസ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. അങ്ങനെ എങ്ങനെ എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ അതിനോട് നിങ്ങൾക്കും കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ കഴിഞ്ഞാൽ PG പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഡിഗ്രിയിൽ നിന്ന് പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ PG അവർ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണം എന്നില്ല. അത് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടി ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോവാം. ഓക്കെ, ഇതാ നോക്കുക എങ്ങനെ ചെയ്യാന്നുള്ളത്. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് 3 എന്നുള്ള. പക്ഷെ അതെങ്ങനെ 3ക്ക് എത്തിയതവര് ബാക്കിയുള്ളവർക്ക് കിട്ടിയ ആൻസർ എന്താണ് എന്താ വരിക എന്നുള്ളതാണ് നോക്കുക. സമയം കളഞ്ഞില്ല. 3% ഓഫ് ഇലക്ട്രിക് ബൾബ്സ് എന്നാണ് പറഞ്ഞത്, പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ പ്രോബിലിറ്റിയിലാക്കണം. നമ്മൾ പ്രോബിലിറ്റി നമ്മൾ പെർസെൻറ്റേജ് ആക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് ഇൻറ്റു 100 ചെയ്യലാണ് അല്ലേ. പ്രോബിലിറ്റി നമ്മൾ പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യലാണ്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഉള്ളതിനെ നമ്മൾ പ്രോബിലിറ്റിയിലാക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡർ ബൈ 100 ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി അല്ല പെർസെൻറ്റേജ് നമ്മൾ പ്രോബിലിറ്റിക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ 3% എന്നാണ് പറഞ്ഞത്. അതിനെ പ്രോബിലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡർ ബൈ 100 ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് പ്രോബിലിറ്റി എന്നുള്ളത്. 2 പോയിന്റ്സ് മാറ്റിയില്ല, അപ്പോൾ 0.03 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ പ്രോബിലിറ്റി എന്നുള്ളത്. ഡിഫക്റ്റീവ് ബൾബ്സിന്റെ പ്രോബിലിറ്റി ആണ്. നമ്മൾക്ക് പിന്നെ കാണേണ്ടതാണ് മീനാണ് കാണേണ്ടത്. മീൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മീൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം NP ആണെന്നുള്ളത് അല്ലേ. NP എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ N എന്ന് പറഞ്ഞ എത്രയാണ്? ക്വസ്റ്റ്യൻ N എന്ന് പറഞ്ഞ എത്രയാണ്? NP ആണെന്ന് പറഞ്ഞു. പിന്നെ N ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ സാമ്പിൾ ഓഫ് 100 ബൾബ്സ് എന്ന് പറഞ്ഞിട്ട്. സോ N-ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 100 ആണ് എന്നുള്ളത്. N-ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 100 ആണ് എന്നുള്ളത്. സോ 100 ഇൻറ്റു P എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു പ്രോബിലിറ്റി Pൻ്റെത്. സോ Pൻ്റെ വാല്യൂ വരിക 0.03 ആണ്. ഓക്കെ, സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. എങ്ങനെയാണ് ആ 3 വരുന്നത്? ഓക്കെ, ആദ്യം നമ്മൾ P കാണണം. പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ്. ഡിഫക്റ്റീവ് ബൾബ്സിന്റെ പ്രോബിലിറ്റി ചെയ്തതാണ് ഇവിടെ 0.03 എന്നുള്ളത്. P ആണ് നമ്മളിവിടെ ചെയ്തത് 3/100 എന്നുള്ളത്. ഇപ്പോൾ 0.03 കിട്ടി. ഇത് അതിന് നമ്മൾ മെയിൻ ആണ് മെയിൻ കാണാൻ നമ്മൾ NP എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. N 100 then P 0.03. അപ്പോൾ നമുക്ക് ഇത് വാല്യൂ കിട്ടും. മീനിന്റെ വാല്യൂ 3 എന്ന് കിട്ടും. മീനിന്റെ വാല്യൂ 3 എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ MN അല്ല 3. സോ M = 3. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് X എന്ന് പറഞ്ഞിട്ടുണ്ട്. X ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. 5 ബൾബ്സ് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് എത്രയെന്നാണ്, പ്രോബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചത്. സോ X = 5. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തൂടെ? M-ന്റെ വാല്യൂ 3, X-ന്റെ വാല്യൂ 5 കിട്ടി. പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമല്ലോ. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. -M-ന് പകരം -M-ന് പകരം നമ്മൾ -3 അപ്ലൈ ചെയ്തു. ദെൻ X-ന് പകരം നമ്മൾ M⁻X ആണ്. M-ന് പകരം നമ്മൾ 3⁵5 ഡിവൈഡ് ബൈ X ഫാക്ടോറിയൽ. X ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ആണ്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ തന്നെ ഇതാണ്. ഓക്കെ, ഫൈനൽ ആൻസർ എത്ര വരുന്നത് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കി കാൽക്കുലേറ്ററിൽ. (3)(3)5 ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ. (3). സയന്റിഫിക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. സയന്റിഫിക് നമ്മൾ കറക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ മിസ്റ്റേക്സ് വരും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ആയിട്ട് തന്നെ എഴുതണം. (3:5) 243. (120.9654) ഡിവൈഡ് ബൈ 120.954. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 4 120 തന്നെയാണ് വരിക.
0.450. ആൻസർ എത്ര കിട്ടിയത്? ആ 0.1008 കിട്ടുന്നില്ലേ? ഓക്കെ, 0.1008. ഓക്കെ, 0.1008. അപ്പൊ തന്നെയാണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ അടുത്തൊരു ഹോംവർക്ക് ഉണ്ട്, അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉള്ള സ്ക്രീൻഷോട്ട് എടുത്തേക്ക്, അതിന്റെ റെക്കോർഡ് വീഡിയോസ് ഒന്നും കൂടെ കാണാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഞാൻ പറയാം എങ്ങനെ ചെയ്യലോ എന്നുള്ളത്. അടുത്ത ക്ലാസ്സിന് നിങ്ങൾ ചെയ്ത് വരും കേട്ടോ. ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടോ, അല്ലെങ്കിൽ എടുക്കുന്നതിൽ കാര്യം ഉണ്ടാവില്ല. It is known from the past experience that in a certain plant there are on an average 4 industrial accidents per year. Find the probability that in a given year there will be less than 4 accidents. Assume Poisson distribution. ക്വസ്റ്റ്യൻ വായിക്കുക. ഇതിൽ എം എന്താ വരിക, എക്സ് എന്താ വരിക എന്ന് പറയാം. ഫസ്റ്റ് എം എന്താണ് വരിക? ഓക്കെ, എമ്മിന്റെ വാല്യൂ 4 തന്നെയാണ്. പറഞ്ഞിട്ടുണ്ട് ഇൻ എ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ എ സർട്ടൻ പ്ലാൻസ് ദർ ആർ ഓൺ ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് എന്നുള്ള. ഓൺ ആൻ ആവറേജ് എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ആണെന്നുള്ളത്. സോ ആവറേജ് അത് തന്നെയാണ് നമ്മളെ മെയിൻ, അത് തന്നെയാണ് നമ്മളെ എം. സോ 4 ആണ്. ദെൻ എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേണമെങ്കിൽ സിമ്പിൾ ആക്കുക. എക്സിന്റെ വാല്യൂ എന്താ വരിക? എക്സിന്റെ വാല്യൂ എങ്ങനെ ചെയ്യാം? എനി ഐഡിയ? ഓക്കെ, എക്സിന്റെ വാല്യൂ ഇവിടെ പറഞ്ഞെന്താണ്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ ഇയർ ദർ വിൽ ബി ലെസ് ദാൻ 3 ആക്സിഡന്റ് ആണ്. ഓക്കെ, ലെസ് ദാൻ 3 ഉള്ള പ്രോബിലിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ലെസ് ദാൻ 3 ആണ്. സോ എക്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ പി ഓഫ് എക്സ് ഇക്വൽ ടു 1 ചെയ്യണം. ദെൻ പി ഓഫ് എക്സ് ഇക്വൽ ടു ഫസ്റ്റ് നമ്മൾ പി ഓഫ് എക്സ് ഇക്വൽ ടു 0, ദെൻ പി ഓഫ് എക്സ് ഇക്വൽ ടു 1, ദെൻ പി ഓഫ് എക്സ് ഇക്വൽ ടു 2. ഓക്കെ, ഇത്രയാണല്ലോ ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാലേ. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ല, ലെസ് ദാൻ 3 എന്നാണ് പറഞ്ഞത്. അപ്പം പി ഓഫ് എക്സ് 0 ചെയ്യണം, 1 ചെയ്യണം, 2 ചെയ്യണം, എന്നിട്ട് അത് മൂന്നും ആഡ് ചെയ്യാം. ഇപ്പൊ കിട്ടുന്നതാണ് എന്ത്? ലെസ് ദാൻ 3 ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിന്റെ പ്രോബബിലിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പം പി ഓഫ് എക്സ് ഫസ്റ്റ് 0 അപ്ലൈ ചെയ്യണം, ദെൻ 1 അപ്ലൈ ചെയ്യണം, ദെൻ 2 അപ്ലൈ ചെയ്യണം, എന്നിട്ട് അത് മൂന്നും ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ P0 പ്ലസ് P1 പ്ലസ് P2. ഓക്കെ, അത് മൂന്നും ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യൂലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇന്നത്തെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. എന്ന് പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ ഈ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ അടുത്ത ക്ലാസ്സിൽ 2-3 ക്വസ്റ്റ്യൻസും പിന്നെ ഇതിന്റെ ഫിറ്റിങ്ങും കൂടെ പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. ഇന്നത്തെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. 4th സെമസ്റ്ററിൽ ബാക്കി എല്ലാ സബ്ജക്റ്റും തീർന്നതാണോ? ഓക്കെ, നമ്മളത് ഇനി പോയിസൺ കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു നോർമൽ ഉണ്ട്. അപ്പൊ ഈ നോർമൽ കൂടെ കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ കഴിയും. പിന്നെ പുതിയൊരു മൊഡ്യൂൾ ഉണ്ട്, ഈ കൊല്ലം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ മേടിച്ചിട്ടില്ല. ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ടെസ്റ്റ് അവൈലബിൾ അല്ല. അപ്പൊ അതൊന്ന്
ആക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ആക്കുക നോക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് ബുക്ക് കിട്ടിയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ ഇന്ന് പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടോ ഇനി? ഈ ഹോംവർക്ക് പറഞ്ഞത് ചെയ്യുക, അതിലുള്ള ക്വസ്റ്റ്യനുള്ള ഹോംവർക്ക് ഞാൻ അയച്ചു തരാം. അപ്പം അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. ബാക്കി അത് റിലേറ്റ് ചെയ്ത്